നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തെ അമ്പരപ്പിച്ച എന്നാൽ ഏറെ കൗതുകമുണർത്തിയ ഒരു കവർച്ചാശ്രമമാണ് ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് ശാഖയിലെ കവർച്ച. ഈ കേസിൽ പ്രതിയായ റിജോ ആന്റണിയെ പോലീസ് പിടികൂടുകയും ചെയ്തു, അതിവിദഗ്ധമായി തന്നെ. എന്നാൽ കള്ളനായ റിജോ ആന്റണി നടത്തിയ അതിവിദഗ്ധമായ ചില രീതികൾ അതൊക്കെ തന്നെയാണ് മലയാളികളെ അമ്പരപ്പിക്കുന്നത്. പിടിക്കപ്പെടാതിരിക്കാൻ പല കാര്യങ്ങളും നടത്തിയെങ്കിൽ പോലും ഏറ്റവും ഒടുവിൽ പിടിക്കപ്പെട്ടത് റിജോയുടെ സ്വന്തം കുടവയർ കാരണമാണെന്നുള്ളത് ഏറെ രസകരമായ ഒരു വസ്തുതയാണ്. മറുഭാഗത്ത് തൊട്ടടുത്തുള്ള വീട്ടമ്മ ഈ ചിത്രങ്ങൾ കണ്ടപ്പോൾ തന്നെ റിജോയെ എങ്ങനെ തിരിച്ചറിഞ്ഞു എന്നുള്ളതും ഏറെ രസകരമായ കൗതുകകരമായിട്ടുള്ള ഒരു വിഷയമാണ്. എന്നിരുന്നാൽ പോലും പിടിക്കപ്പെട്ടിട്ടും റിജോ പറയുന്നത് ഏതൊരാൾക്കും തന്നെ കീഴ്പ്പെടുത്താനായി സാധിക്കുമായിരുന്നു. ഒരാളൊന്ന് ഒച്ച വെച്ചാൽ താൻ ഒരുപക്ഷെ ആ ശ്രമം അവിടെ ഉപേക്ഷിച്ചതിനായിരുന്നു. ആ ശാഖയിലെ മാനേജർ മരം മണ്ടനാണെന്നാണ് റിജോ ഇതിനൊടുവിൽ പോലീസിനോട് മൊഴി കൊടുത്തിരിക്കുന്നത്. എന്നിരുന്നാലും പിടിക്കപ്പെടാതിരിക്കാൻ നടത്തിയ പല നീക്കങ്ങളിലെ പഴുതുകൾ അത് പോലീസ് കൃത്യമായി തന്നെ കണ്ടെത്തി പോലീസ് മുന്നോട്ട് പോയതാണ് ഇതിൽ കേരള പോലീസിൻ്റെ കഴിവിനെ ഏറെ പ്രശംസിക്കുന്നത്. സാങ്കേതികവിദ്യയുടെ സഹായത്തോടു കൂടി ഒരു സംഘം പോലീസുകാർ രാപ്പകലില്ലാതെ നടത്തിയ അന്വേഷണമാണ് കേവലം 48 മണിക്കൂറിനുള്ളിൽ 2 ദിവസത്തിനകം തന്നെ പ്രതി ആരെന്ന് കണ്ടെത്താനും പിടികൂടാനും കൃത്യമായി മുഴുവൻ സമാഹരിക്കാനുമായി സാധിച്ചത്. ബാങ്ക് ജീവനക്കാരോട് പ്രതി എത്തിയപ്പോൾ ഹിന്ദിയിലായിരുന്നു സംസാരിച്ചത്. ഹിന്ദി സംസാരിച്ച് അന്യസംസ്ഥാന തൊഴിലാളിയോ അന്യസംസ്ഥാന മോഷ്ടാവോ ആണെന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ആദ്യത്തെ ശ്രമം അത് കവർച്ചയ്ക്ക് ഏറെ ഗുണകരമായിരുന്നു. പക്ഷേ അതിലും ചില പോരായ്മകൾ ഉണ്ടായിരുന്നു. ഇനി അടുത്തതായി തിരിച്ചു പോകുമ്പോൾ പ്രതി നേരത്തെ തന്നെ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ: പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഓരോ ഇടത്തും കയറി വസ്ത്രങ്ങൾ പലതവണ മാറിയത്, പിടിക്കപ്പെടാതിരിക്കാൻ വാഹനത്തിൽ പല മോഡിഫിക്കേഷനുകൾ വരുത്തിയത്. എന്നിരുന്നാലും അവിടെയും ചില പഴുത് പ്രതിയെ ചതിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി പോലീസിന് ഏറ്റവും പിടിവള്ളിയായി മാറിയ മറ്റൊരു വിഷയമെന്ന് പറയുന്നത് ഒരു വീട്ടമ്മ നൽകിയ മൊഴി തന്നെയാണ്. റിജോയുടെ വീടെന്ന് പറയുന്നത് ബാങ്കിൻ്റെ കേവലം 2.5 കിലോമീറ്റർ അടുത്ത് തന്നെയാണ്, ഒരു 2 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ. പോലീസ് ഈ പരിസരത്തൊക്കെ തന്നെ അന്വേഷണം നടത്തി. CCTV ദൃശ്യങ്ങൾ നാട്ടുകാരെ ഒക്കെ തന്നെ കാണിച്ചിരുന്നു. പോലീസിന് ആദ്യം തന്നെ ഉറപ്പായിരുന്നു പരിസരവാസികൾ ആരെങ്കിലും, ഈ ബാങ്കിനെ നന്നായി അറിയാവുന്ന ആരെങ്കിലും തന്നെ ആയിരിക്കും ഈ മോഷണം നടത്തിയിട്ടുള്ളത്. കാരണം ഇത് ഒരു പ്രൊഫഷണൽ മോഷണമായി കാണുന്നില്ല. അതിനുള്ള ചില കാര്യങ്ങളും പോലീസ് എടുത്തു പറഞ്ഞു. അതുകൊണ്ടാണ് പരിസരവാസികളെ ഈ ദൃശ്യം കാണിച്ചത്. അപ്പോൾ ഒരു വീട്ടമ്മ ഇത് നമ്മുടെ റിജോ അല്ലേ, അതുപോലെ കാണാനുണ്ടല്ലോ എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് പോലീസ് റിജോ ആര് എന്നുള്ളത് അന്വേഷിച്ചു തുടങ്ങിയത്. ഇതുപോലൊരു സ്കൂട്ടർ റിജോയ്ക്കുമുണ്ടെന്നാണ് വീട്ടമ്മ പറഞ്ഞത്. പിന്നാലെ പോലീസ് റിജോയുടെ വീട്ടിലെത്തിയപ്പോൾ സ്കൂട്ടർ കണ്ടു, അതിന് കണ്ണാടി ഉണ്ടായിരുന്നു. പക്ഷേ പോലീസിനുണ്ടായിരുന്ന സംശയം മോഷണം നടത്തിയ ആൾക്ക് കണ്ണാടിയില്ലാത്ത ഒരു സ്കൂട്ടറായിരുന്നു സ്വന്തമായിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് പിടിവള്ളിയായി മാറിയ വിഷയമെന്ന് പറയുന്നത് മോഷ്ടിച്ചപ്പോഴും പലതവണ ആൾമാറാട്ടം നടത്തിയപ്പോഴും റിജോ വിട്ടുപോയ, റിജോ ഊരാൻ മറന്ന റിജോയുടെ ഷൂ അത് ആ വീടിന് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ഇത് കിട്ടിയതോടുകൂടി പോലീസിന് മറ്റൊന്നും തന്നെ നോക്കേണ്ടി വന്നില്ല. റിജോയെ ഉടനെ തന്നെ തൂക്കി അകത്താക്കുകയായിരുന്നു. പ്രതി വീട്ടിൽ കുടുംബസംഗമം മോഷണത്തിന് ശേഷം നടത്തിയിരുന്നു. അപ്പോഴാണ് പോലീസ് എത്തിയതും. റിജോയുടെ മൊഴിയിലെ ചില വിവരങ്ങളും ഈ ഘട്ടത്തിൽ തന്നെ പുറത്തു വരുന്നുണ്ട്. ബാങ്കിലുണ്ടായിരുന്ന മുഴുവൻ പണവും ഒരു റിജോയുടെ ലക്ഷ്യമായിരുന്നില്ല. കാരണം റിജോയ്ക്ക് ആവശ്യമുള്ള പണം മാത്രമാണ് ബാങ്കിൽ നിന്നും എടുത്തത്. ആവശ്യമുണ്ടായിരുന്ന പണം കിട്ടിയെന്ന് മനസ്സിലായതോടെയാണ് ബാങ്കിൽ നിന്നും പോകാനായി തയ്യാറായത്. ബാങ്ക് മാനേജർ മരമണ്ടനായിരുന്നു. എന്തുകൊണ്ടെന്നാൽ താൻ ഒരു കറിക്കത്തി കാട്ടിയപ്പോൾ ഉടൻ തന്നെ മാനേജർ അവിടെ നിന്നും മാറിത്തന്നു. മാനേജർ ഉൾപ്പെടെ 2 ജീവനക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവരാരെങ്കിലും ഒരാളെങ്കിലും എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ, ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ ഒരുപക്ഷേ ഈ കവർച്ചാശ്രമത്തിൽ നിന്നും താൻ പിന്മാറുമെന്നാണ് പ്രതിയുടെ മൊഴി. വെള്ളിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു നാടിനെ തന്നെ നടുക്കിയ ചാലക്കുടിയിലെ ഫെഡറൽ ബാങ്കിൽ നടന്ന കവർച്ച. പട്ടാപ്പകൽ ദേശീയപാതയുടെ തൊട്ടടുത്ത് എങ്ങനെയാണ് ഒരു മോഷ്ടാവിന് ഇത്രയധികം ധൈര്യമുണ്ടാവുക എന്നാണ് ഏവരും ചോദിച്ചത്. എല്ലാം CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആളെ മാത്രം കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ 3-ാം ദിവസം പോലീസ് പ്രതിയെ പിടികൂടി. അതും ഒരു തരത്തിലും പഴുതുകളൊന്നും അവശേഷിപ്പിക്കാതെ. ആസൂത്രിതമായ രീതിയിൽ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് റിജോ ഈ മോഷണം നടത്തിയത്. 4 ദിവസം മുൻപ് ഇതേ ബാങ്കിൽ മോഷണ ശ്രമം നടത്താനായി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പോലീസ് ജീപ്പ് കണ്ടതോടെ മോഷണത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു. 4 ദിവസത്തിനിപ്പുറം കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നടത്തി. ഉച്ച സമയത്ത് ബാങ്ക് ഉദ്യോഗസ്ഥർ ഭക്ഷണം കഴിക്കാൻ പോകും. ഈ സമയം കൃത്യമായി മനസ്സിലാക്കി റിജോ അവിടെ എത്തി. അവിടെ ഉണ്ടായിരുന്ന ബാക്കി ജീവനക്കാരെ കറിക്കത്തി കാട്ടി ഭയപ്പെടുത്തി കയ്യിൽ കിട്ടിയ 15 ലക്ഷവുമായി മുങ്ങി.
പോകുന്ന വഴിക്ക് ലാവിഷിന് മദ്യവും വാങ്ങി. പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി സകലതരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. ശരീരത്തിൻ്റെ ഒരു ചെറിയ ഭാഗം പോലും പുറത്ത് കാണിക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിച്ചു. ശരീരം മുഴുവൻ മൂടിയിരുന്നു. പക്ഷേ വയറ് മാത്രം മൂടാനായി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എത്ര മൂടിയിട്ടുണ്ടെങ്കിലും വയറുള്ള ഒരു ഹിന്ദിക്കാരൻ, അതുതന്നെയാണ് പോലീസിനെ സംബന്ധിച്ച് ഏറെ കുഴപ്പിച്ചത്. അന്വേഷണത്തിൻ്റെ ഗതി മാറ്റാൻ, അന്വേഷണത്തെ വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ടാണ് ഹിന്ദിയിലൊക്കെ സംസാരിച്ചത്. ഹിന്ദിയിൽ സംസാരിച്ചത് കൊണ്ട് തന്നെ ബാങ്ക് ജീവനക്കാർ ഹിന്ദിക്കാരനാണ് പ്രതിയെന്ന് പോലീസിനോട് മൊഴി കൊടുത്തു. പക്ഷേ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ പോലീസ് ശരീരപ്രകൃതം മനസ്സിലാക്കിയിട്ട് പ്രതി മലയാളി തന്നെയാണെന്ന് നേരത്തെ ഉറപ്പിച്ചിരുന്നു. പ്രതിയായ റിജോ ബാങ്കിലെത്തുമ്പോൾ ബാങ്കിൻ്റെ ഫ്രണ്ട് ഓഫീസിൽ പിയൂൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇയാളെ കത്തി കാണിച്ചു, ഹിന്ദിയിൽ ഭീഷണിപ്പെടുത്തി അകത്തേക്ക് കൊണ്ടുപോയി. ജീവനക്കാരെ ബാത്റൂമിൽ അടച്ച് കൗണ്ടറിലെ പണവും എടുത്ത് പുറത്തേക്ക് ഓടി. അന്യസംസ്ഥാന തൊഴിലാളിയാണ് ഈ കൊള്ള നടത്തിയത് എന്ന് പോലീസിനെ വിശ്വസിപ്പിച്ച് മോഷണത്തിൻ്റെ ഗതി തിരിച്ചുവിടാനാണ് ആദ്യം നോക്കിയതെങ്കിൽ ആദ്യം പോലീസ് പൊളിച്ചത് ഇതുതന്നെയായിരുന്നു. അതിൽ പെട്ടുപോയത് റിജോയുടെ കുടവയറും. CCTV പരിശോധിച്ചപ്പോഴാണ് മലയാളിയുടെ ശരീരപ്രകൃതമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന പല രീതിയിലുള്ള കാര്യങ്ങളും കിട്ടിയത്. റിജോ ഓടിച്ച സ്കൂട്ടറും ധരിച്ച ഷൂവും ഒക്കെ പ്രതിയിലേക്ക് വളരെ വേഗത്തിൽ പോലീസിന് എത്തിച്ചേരാനായി സാധിച്ചിരുന്നു. 15 ലക്ഷം മാത്രം എടുത്ത് എന്തുകൊണ്ട് ഒരു കള്ളൻ, മോഷ്ടാവ് ബാങ്കിൽ നിന്നും രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച് ആദ്യം ഉണ്ടായ ഒരു ഹിൻഡ്. കൂടുതൽ പണം എടുക്കാതിരുന്നതിൻ്റെ കാരണവും പ്രതി ആ നാട്ടുകാരനോ അതല്ലെങ്കിൽ പ്രൊഫഷണൽ അല്ലാത്ത, മോഷണം അറിയാത്ത ആരെങ്കിലും ആയിരിക്കുമെന്നുള്ളത് ഉറപ്പിച്ചിരുന്നു. തൃശ്ശൂർ, മലപ്പുറം, പാലക്കാട്, എറണാകുളം തുടങ്ങിയ ജില്ലകളിലെ TVS എൻടോർക്ക് സ്കൂട്ടറുകൾ ഉടമകളുടെ ലിസ്റ്റ് അടക്കമെടുത്താണ് പോലീസ് ഒരു പരിശോധന നടത്തിയത്. ബാങ്കിലുള്ളവർ പുറത്തുള്ളവരെ ഫോൺ ചെയ്ത് വിവരങ്ങൾ അറിയിക്കുമെന്ന പേടി കാരണമാണ് കുറച്ച് പണം മാത്രം എടുത്ത് രക്ഷപ്പെടാനായി റിജോ നോക്കിയത്. ആകെ കുറച്ച് സമയം, പരമാവധി പണം, ഇതായിരുന്നു റിജോയുടെ ലക്ഷ്യം. വീട്ടിലെത്തിയിട്ടും അടുത്ത ദിവസവും തൊട്ടടുത്ത ദിവസവും പിടിക്കപ്പെടില്ല എന്നുള്ള അമിത ആത്മവിശ്വാസം തന്നെയായിരുന്നു പ്രതിക്കുണ്ടായിരുന്നത്. ഒരു കാരണവശാലും തന്നെ പിടിക്കാനുള്ള ഒരു തെളിവും താൻ അവശേഷിപ്പിച്ചിട്ടില്ല. താൻ വളരെ മികച്ച രീതിയിലുള്ള ആസൂത്രണം നടത്തി അത് എക്സിക്യൂട്ട് ചെയ്തു മുന്നോട്ട് പോകുന്നു എന്ന ആത്മവിശ്വാസം അടക്കം പ്രതിക്കുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ചില പാകപ്പിഴകൾ, ഈ പറഞ്ഞതുപോലെ സ്കൂട്ടറിലെ കണ്ണാടിയും ഹെൽമറ്റും ഷൂസും റിജോയുടെ കുടവയറും ഇതൊക്കെ തന്നെയാണ് വില്ലനായി അവസാനം മാറിയത്. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്ന് പറയുന്നത് പോലെ റിജോയുടെ ഈ അമിത ആത്മവിശ്വാസവും കുരുക്കായി മാറുകയാണ് ചെയ്തത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.